ഇന്നത്തെ കണക്കൊന്ന് പറഞ്ഞാട്ടെ. ഒരു ചെറിയ വാടക വീട്, ഉള്ളിലെ മുറികളെല്ലാം വൻ കളർഫുൾ ആണ്. ഓരോ മുറിക്കും ബെഡ്റൂം, ലിവിംഗ് റൂം എന്നൊക്കെ നമ്മൾ പറയുന്ന മട്ടിൽ പേരുകളുണ്ട്. ആ പേരുകൾ എന്താണെന്നല്ലേ? സ്വർഗം, ചാർലി, ടോക്സിക്, റൂഹനിവിട, അങ്ങനെ പോകുന്ന ഓരോ മുറികളുടെയും പേര്. ആ സ്വർഗം നമ്മൾ അറിഞ്ഞ സ്വർഗമല്ല കേട്ടോ. അമിതാനന്ദം എന്നവർ കരുതുന്ന ലഹരിയുടെ വിഷം നുണയുന്ന ഇടത്തിന്റെ പേരുകളാണിത്. കേരളത്തിലെ പിള്ളേരുടെ സ്വഭാവം മാറിപ്പോയി ഒരുപാട്. നീ പറഞ്ഞ സത്യം, ഇവന്മാരൊക്കെ ക്രിമിനൽ മൈൻഡടാ. പിള്ളേര് ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യാ? മനുഷ്യന് സമാധാനം നഷ്ടപ്പെട്ടു. അതെ, പുതിയ തലമുറ നല്ല രണ്ടടി കൊടുക്കുക. സ്വർഗം, ചാർലി, ബെർലിൻ, ചുവന്ന കണ്ണ്, വലിയ ചിരി, റൂഹിനിവിട, ടോക്സിക് തുടങ്ങിയ കോഡ് പേരുകളും ചിത്രങ്ങളും ഹൈടെക് ലഹരി കേന്ദ്രത്തിന്റെ പ്രത്യേകതകളാണ്. കുറ്റിപ്പുറം തങ്ങൾപ്പടി വാസുപടിയിലെ വാടക ക്വാർട്ടേഴ്സിലാണ് ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായി ആധുനിക സൗകര്യങ്ങളോടെ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. വെള്ളിയാഴ്ച വാസുപടിയിൽ ഒരു അപകടമുണ്ടായി. അതിന് വഴിയൊരുക്കിയത് ലഹരി കേന്ദ്രത്തിൽ നിന്ന് പാഞ്ഞെത്തിയ ബൈക്കായിരുന്നു. നിരന്തരം അമിത വേഗത്തിൽ ഇവിടെ നിന്ന് ബൈക്കുകൾ രാപ്പകലില്ലാതെ പോകുന്നതും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ അറിഞ്ഞിറങ്ങി. സംശയം പോലീസിനെ അറിയിച്ചു. പോലീസിന്റെ പരിശോധനയിലാണ് വാടക വീട് ലഹരി കേന്ദ്രമായി മാറ്റിയതായി കണ്ടെത്തിയത്. ഈ കുരുക്കിന്ന് നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? രക്ഷപ്പെടും സർ. ഈ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ, അത് വെറും ഓട്ടക്കലമാണ്. നീതി ചോർന്നു പോകാൻ പഴുതുകളിട്ടിരിക്കുന്ന ഓട്ടക്കലം. പോലീസിനെ കണ്ടതോടെ സ്ഥലത്തുണ്ടായിരുന്ന ഒരു യുവാവ് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പരിശോധനയിൽ 685 ഗ്രാം കഞ്ചാവും പുകവലിക്കാൻ ഉപയോഗിക്കുന്ന 3 ഫർണസുകളും പോലീസ് കണ്ടെടുത്തു.